അഞ്ജനം വേറെ വേണ്ട, കണ്ണിൽ നിന്ന് അഹങ്കാര മഞ്ഞച്ചില്ലെടുത്തങ്ങ് മാറ്റിയാൽ മാത്രം മതി. മലയാളത്തിൻ്റെ മഹാകവി ശ്രീ ഉള്ളൂരിൻ്റെ ചിത്രശാല എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നാണ് ഈ വരികൾ. സാംസ്കാരിക ഭാരതത്തിൻ്റെ ഗായകനായിരുന്നു ഉള്ളൂർ. കവിതയിലെമ്പാടും സാംസ്കാരിക ധന്യതകളെ പകരാൻ മഹാകവി ശ്രദ്ധ പുലർത്തിയിരുന്നു. ചിത്രശാല എന്ന ഖണ്ഡകാവ്യം ഒരു മറുപടി കാവ്യമാണ്. മിസ് കാതറിൻ മേയോ എന്ന അമേരിക്കൻ വനിതയുടെ പുസ്തകമാണ് മദർ ഇന്ത്യ. 1927 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഏറെ മോശമാണെന്ന് ആ ഗ്രന്ഥത്തിൽ മേയോ വാദിച്ചു. ഭാരത സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായി എഴുതപ്പെട്ട മദർ ഇന്ത്യ അക്കാലത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച കൃതിയായിരുന്നു. പല ദേശീയ നേതാക്കളും പ്രസ്തുത രചനയിലെ വാദഗതികൾക്കെതിരെ മുന്നിട്ടിറങ്ങുകയുണ്ടായി. മഹാകവി ഉള്ളൂർ ചിത്രശാല എന്ന ഖണ്ഡകാവ്യത്തിലൂടെയാണ് മേയോയുടെ കണ്ടെത്തലുകൾക്കുള്ള മറുപടി നൽകിയത്. ഭാരതത്തിൽ സ്ത്രീകൾക്ക് മാന്യമായ പദവി കൽപ്പിച്ചിരുന്നു. ഭാരതീയ സ്ത്രീ സങ്കല്പങ്ങളിലെ ഉത്തമ മാതൃകകളെ ചിത്രശാലയിൽ അദ്ദേഹം വരച്ചുകാട്ടി. നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഉള്ളൂർ ദ്രൗപദിയിലാണ് കരുത്ത് മുഴുവനും കണ്ടെത്തുന്നത്. ആരു ചൊല്ലും അമ്മഹസ്സിൻ നരണിയാം ഭാരതോർവി, ഭീരുവെന്നും ദീനയെന്നും അബലയെന്നും. ഭാരത സംസ്കാരത്തിൻ്റെ ദോഷവശങ്ങൾക്ക് നേരെ മിഴിപൂട്ടുകയും പാശ്ചാത്യ സംസ്കാരത്തെ അയുക്തികമായി വിമർശിക്കുകയും ചെയ്യുന്ന അന്ധത കവി പ്രദർശിപ്പിക്കുന്നില്ല. ഒരു സാംസ്കാരിക സമന്വയത്തിലാണ് കവിയുടെ ഊന്നൽ. അതിനാൽ കവി പറയുന്നു, സത്യദർശനത്തിന് വേണ്ടത് കണ്ണിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ മഞ്ഞച്ചില്ലെടുത്ത് മാറ്റുകയാണ്. അഹങ്കാരം ഉള്ളിടത്ത് സമന്വയം സാധ്യമല്ലാതെ വരുന്നു.